എന്ത് ചെയ്യാനാ? പിന്നെ MCCയുടെ പുസ്തകത്തിലുണ്ട്, MCCയുടെ പുസ്തകത്തിൽ കോണകമെടുത്ത് വന്നാൽ മതി. എനിക്ക് പറയാൻ ഇച്ചിരി വിഷമമുണ്ട്, പക്ഷേ മുസ്ലിയാർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ആജാതി പ്രയോഗങ്ങൾ എൻ്റെ മാന്യ സഹോദരങ്ങൾ ക്ഷമിക്കണം എന്ന മുഖവുരയോടെ ഞാൻ പറയട്ടെ. എന്താണെന്നല്ലേ, അത് കോണകാണ്, ഔറത്ത് മുന്നും പിന്നും മറച്ചാൽ മതി എന്നാര് പറഞ്ഞു? MCC പറഞ്ഞു. ആ പുസ്തകം നിങ്ങൾ വായിച്ച ആ പുസ്തകം മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അവസാന പേജ് ഒന്ന് വായിച്ചെടുക്കോ. ആ പുസ്തകത്തിന്റെ അവസാന പേജിൽ MCC പറയുന്നു, എന്താ പറയുന്നത്? ഇത് ഞാൻ ഈ പുസ്തകം ഞാൻ KM മൗലവിയെ കാണിച്ചു, 20ഓളം സ്ഥലങ്ങളിൽ ഇത് തിരുത്തണമെന്ന് KM മൗലവി എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനത് തിരുത്തുന്നില്ല, അതുകൊണ്ടൊരു ദോഷമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഈ പുസ്തകം ഇറക്കുകയാണെന്ന് പറഞ്ഞ MCC ആ പുസ്തകം ഇറക്കി എൻ്റെ അവസാനത്തേത് പറഞ്ഞിട്ടുണ്ട്. KM മൗലവി തിരുത്താൻ പറഞ്ഞ പുസ്തകമാണ്, 20 സ്ഥലങ്ങളിൽ തിരുത്തു വരുത്തണമെന്ന് എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ തിരുത്തുന്നില്ല. അപ്പോഴും മുസ്ലിയാർക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തേ KM മൗലവി തിരുത്തണം എന്ന് പറഞ്ഞിട്ട് MCC തിരുത്താതെ പുസ്തകം ഇറക്കിയത് അല്ലേ? അതെന്താണെന്നറിയോ? ഈ MCC അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന ആള് നന്നായി മദ്ഹബ് പഠിച്ച ആളാണ്, മദ്ഹബിന്റെ കിതാബുകൾ ഓതി പഠിച്ച ആളാണ്. മാലിക്കി മദ്ഹബിൽ ഔറത്ത് എന്ന് പറഞ്ഞു കൊടുക്കോ? ഇനി ഏത് കിതാബിൽ എവിടെ ഉണ്ടെന്ന് ചോദിക്കണേ, ഞാൻ പറഞ്ഞുതരാം. മദാഹിബുൽ അർബഅ ഒന്ന് മറിച്ച് നോക്ക്. മാലിക്കി മദ്ഹബിൽ ഔറത്ത് അത് മദാഹിബുൽ അർബയിൽ പറയുന്നില്ല, ഒന്ന് വായിച്ചു കൊടുക്ക് നിങ്ങൾ. MCC അവിടെ നിൽക്കട്ടെ. MCC മദ്ഹബിന്റെ കിതാബ് നോക്കി പഠിച്ച ആളാ, പള്ളി ദറസിൽ ഓതിപ്പടിച്ച് വളർന്ന ആളാ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ പള്ളി ദറസിൽ ഓതിപ്പടിച്ച് വളർന്ന, മദ്ഹബിലെ ഹുക്കുമുകൾ വായിച്ചു പഠിച്ച് വളർന്നു വന്ന ആളാണ് MCC. ആ മദ്ഹബിന്റെ കിതാബിൽ എഴുതി വെച്ചതാണ് MCC തന്റെ പുസ്തകത്തിൽ പകർത്തി വെച്ചത്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ലേ എങ്കിൽ കേട്ടോളൂ. ഔലിയാക്കന്മാർ, ആരൗലിയാക്കന്മാർ? അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം. മലയാളത്തിൽ പറഞ്ഞുതരാം, സമയമില്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ പറയുന്നത്. എന്താന്നല്ലേ, നോക്കൂ. തഖിയുദ്ദീൻ ഒരു മഹാപണ്ഡിതനായിരുന്നു. പഠനത്തിലൊന്നും അബ്ദുൽ ഹക്കിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ആത്മീയ ഗുരുവിനെയായിരുന്നു ആവശ്യം. സഹോദരനെ പിരിഞ്ഞ് ഗുരുവിനെ തേടി യാത്രയായി. അവധിയിലെ ഷെയ്ഖ് ഫതുഹുല്ലാ, പണ്ടാലയിലെ ഷെയ്ഖ് നൂറുൽ ഹക്ക് എന്നിവരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവരെയൊന്നും തൃപ്തിയായില്ല. ബീഹാറിലെ ഒരു പട്ടണത്തിൽ വെച്ച് ആത്മീയ ലഹരി ബാധിച്ച 2 പേരെ കണ്ടുമുട്ടി. 2 ആത്മീയ ലഹരി ബാധിച്ച ഷെയ്ഖന്മാരെ കണ്ടുമുട്ടി. കശണ്ടിക്കാരൻ അലാവുദ്ദീനും കൗപീനം മാത്രം ഉടുത്ത അലാവുദ്ദീൻ നീം ലങ്കോട്ടിയും. അവരുമായി ബന്ധപ്പെട്ട ശേഷം അബ്ദുൽ ഹക്ക് യാത്ര തുടർന്നു. 2 ഷെയ്ഖന്മാരാ, ഒരാള് പറഞ്ഞാലൊന്ന്, പിന്നെ മറ്റേയാള് മറ്റേതും. അത് 2 മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തില് ഹുസൈൻ രണ്ടത്താണി എന്ന അറിയപ്പെടുന്നൊരു എഴുത്തുകാരൻ, കാന്തപുരം ഗ്രൂപ്പിന്റെ അറിയപ്പെടുന്ന ആളാ, അയാൾ എഴുതിയ പുസ്തകത്തിലാണ് ഔലിയാക്കൾ കൗബീനം മാത്രം ധരിച്ചിട്ടുണ്ട്. ഇനിയോ, ഇനി കേട്ടോളൂ. സൂഫികളിൽ സ്വബോധമുള്ളവരും, അവർക്ക് അറബി പറയും അസ്ഹാബ് സഹവ്, മത്ത് പിടിച്ചവരെയും അസ്ഹാബ് സുക്കർ കാണാം. 2 വിഭാഗം ആൾക്കാരുണ്ടാവും സൂഫികളിൽ. ആദ്യ വിഭാഗം ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കും. രണ്ടാമത്തെ വിഭാഗം പ്രത്യക്ഷത്തിൽ ലഹരി പിടിച്ചവരെ പോലെ ഇരിക്കും. അവർക്ക് പർണശാലകൾ ഉണ്ടായിരിക്കില്ല, പലപ്പോഴും ഏകാന്തമായിരിക്കും ജീവിതം. ഇത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഷെയ്ഖ് ബദ്നി. ഒരു ഷെയ്ഖാണ് ഷെയ്ഖ് ബദ്നി. കൈതാലിലെ ഒരു പള്ളിയിലാണ് അദ്ദേഹം വസിച്ചിരുന്നത്. അവിടെ സദാ പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്ന അദ്ദേഹം വസ്ത്രങ്ങളൊന്നും ധരിക്കുമായിരുന്നില്ല. അത്രേ, ഫുൾ ഫ്രീ. ഇനി ഈ ഷെയ്ഖ് എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കാതിരുന്നറിയോ? അതിനൊരു മസലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? വസ്ത്രം എടുക്കൂല. വസ്ത്രം ആ ഷെയ്ഖ് കൊടുക്കാത്തത് അൽ-ഇർഫാദ് വായിച്ചിട്ടാ. അൽ-ഇർഫാദിലെ ഹുക്കും വായിച്ചിട്ടാ. ആരാ ഹുക്കും എഴുതി കൊടുത്താൽ? സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി. അറിയോ ഇബ്രാഹിമുൽ ബുഖാരി? അറിയോ? കടലുണ്ടിയിലുള്ള മഅദിൻ അറിയോ? എപ്പിക്കാർക്ക് നല്ല സുപരിചിതനാണല്ലോ, തങ്ങളാണല്ലോ. ആ തങ്ങളായ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി എഴുതുകയാണ്. എവിടെ? അൽ-ഇർഫാദ് 1999 ഒക്ടോബറിൽ എഴുതുകയാണ്. എന്ത്? ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വെറുതെ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല. ഒരാൾക്ക് നമസ്കരിക്കാൻ വസ്ത്രമില്ല, ഉപ്പായ ഒന്നുമില്ല, തുണിയില്ലായിക്കാണ്. അപ്പോൾ ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല. നഗ്നനായി നിസ്കരിക്കാവുന്നതാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്താണ്? തുണിയില്ലാതെ നമസ്കരിക്കാം ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ആൾ വസ്ത്രം കൊണ്ടുവന്നാലും വേണ്ട, നോ, വസ്ത്രം അടിപ്പിക്കൂല, എനിക്ക് ഞാൻ തുണിയില്ലാതെ നിസ്കരിക്കുള്ളൂ.
ഇത് മലയാളത്തിൽ അൽ-ഇർഫാദിലെ MCC അല്ല. 1999 ഒക്ടോബറിൽ ഇറങ്ങി അൽ-ഇർഫാദിൽ തുണി ഉടുക്കാതെ നമസ്കരിക്കാം എന്ന് എഴുതി വെച്ചവനാണോ കോണ കൊടുക്കാമെന്ന് പറഞ്ഞവനെ എതിർക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക, എന്ത് വൈരുദ്ധ്യ ഇത്! ഇതാണല്ലോ എന്ത് പെരുമന്തൻ ഉണ്ണിമന്തനെ ചീത്ത വിളിക്കാന്ന് പറയാം. MCC അത് എഴുതിയത് മാലിക്കി മദ്ഹബ്. നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അതിന്റെ ഔറത്തിന്റെ എത്രയാണ്, ഔറത്ത് എത്രയാണ്? മദാഹിബുൽ അർബയിലുണ്ട്, ഞാൻ വായിക്കും വേണ്ടി വന്നാൽ. ഇല്ലെങ്കിൽ പറയൂ, 1999 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ അൽ-ഇർഫാദിൽ തുണി ഉടുക്കാതെ നമസ്കരിക്കാം എന്ന് എഴുതി വെച്ചിട്ടില്ലേ? ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി എഴുതിയ ലേഖനല്ലേ? ഔലിയാക്കന്മാർ തുണി ഉടുക്കാതിരുന്നു എന്ന് അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? നിങ്ങളെന്താ വിചാരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തെ ഇങ്ങനെ ഈ രൂപത്തിൽ ഞങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഹരം കൊള്ളിക്കാൻ ഞങ്ങൾ സക്കാഫികളല്ല? ഞങ്ങൾക്ക് പലതും പറയാം, എന്തിനാ തുണി ഉടുക്കാൻ സംസ്കരിക്കാൻ പറഞ്ഞെന്നൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് ഞങ്ങൾക്ക് പലതും ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ സക്കാഫികളല്ലല്ലോ.